വാർത്തകളിലേക്ക് വിശദമായി. എറണാകുളം അങ്കമാലി മുക്കന്നൂരിലെ ആശുപത്രിയിൽ കയറി യുവതിയെ കുത്തിക്കൊന്നു. അങ്കമാലി സ്വദേശിനി ലിജി രാജേഷാണ് മരിച്ചത്. പ്രതി മഹേഷിനെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം അങ്കമാലി മുക്കന്നൂരിലെ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ കയറി യുവതിയെ കുത്തിക്കൊല്ലുകയായിരുന്നു. അങ്കമാലി സ്വദേശിനി ലിജി രാജേഷാണ് മരിച്ചത്. പ്രതി മഹേഷിനെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നന്ദനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആശുപത്രിയിൽ കയറിയൊക്കെ ഇങ്ങനെ ആക്രമണം നടത്താൻ ഉള്ള സാഹചര്യം എങ്ങനെ ഒരുങ്ങി? രേണുക, പ്രധാനമായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എറണാകുളം അങ്കമാലി മൂക്കന്നൂരിൽ MAGJ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആശുപത്രിയിലെ 4ാം നിലയിലാണ് ഈ അതിക്രൂരമായ ഒരു കൊലപാതകം ഇപ്പോൾ നടന്നിട്ടുള്ളത്. നേരത്തെ രേണുക ചോദിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രതി മഹേഷ് ഈ ആശുപത്രിയുടെ 4ാം നിലയിലേക്ക് എത്തി ഈ ഒരു പ്രതിയെ പിന്തുടർന്ന് കൊത്തിക്കൊല്ലുന്നത് എന്നത് വലിയ തോതിൽ പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ഈ കൊല്ലത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിക്കുള്ളിൽ വലിയ തോതിൽ ഈ സുരക്ഷാ വീഴ്ചകളുണ്ട് എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിന്റെ പിന്തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ച ആശുപത്രിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതി മഹേഷിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. ഈ ആശുപത്രിയിൽ ഉള്ള തന്നെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ പ്രതിയെ കീഴടക്കുകയും പോലീസിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ദൃക്സാക്ഷികൾ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ലിജി ഈ ഒരു അമ്മ ആശുപത്രിയിലായിരുന്നു. ലിജിയുടെ അമ്മ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മയ്ക്ക് കൂട്ടിരിപ്പിനായാണ് ലിജി ആശുപത്രിയിലെത്തിയത്. ഈ സമയത്ത് ഈ ഒരു ലിജിയുടെ മുൻ സുഹൃത്തായ മഹേഷ് ആശുപത്രിയിലെത്തുകയും ഇവരുമായി സംസാരിക്കുകയും വാക്കേറ്റമുണ്ടാവുകയും ഈ ഒരു വാക്കേറ്റമാണ് വലിയ തോതിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഒരു വാക്കേറ്റം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പ്രതി കത്തിയെടുത്ത സമയത്ത് തന്നെ ലിജി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ ലിജിയെ പിന്തുടർന്ന് കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് സ്ഥലം സീൽ ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. രേണുക, എന്താണ് ഇതിനുള്ള കാരണം അല്ലെങ്കിൽ പ്രകോപനം എന്നത് അറിയാൻ കഴിയുന്നുണ്ടോ നന്ദൻ? കരുതിക്കൂട്ടി കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാണോ ഈ പ്രതി അവിടെ എത്തിയത്, അതോ ഈ വാക്കുതർക്കത്തെ തുടർന്ന് ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു? എന്താണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം? രേണുക, പ്രധാനമായും പോലീസ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിജിയുടെ മുൻ സുഹൃത്താണ് മഹേഷുമായി മറ്റ് വാക്കുതർക്കങ്ങളൊക്കെ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്താണ് ഇതിനുള്ള മോട്ടീവ് അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യം എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൃത്യമായ രീതിയിൽ പോലീസ് വലിയ അതിക്രൂരമായ ആക്രമണമാണോ നേരിട്ടത്, അതോ അത്രയും കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്നാണോ മനസ്സിലാകുന്നത്? കാരണം ഒരു വലിയ ആശുപത്രിയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ചികിത്സ നൽകാനോ ഈ യുവതിയെ രക്ഷപ്പെടുത്താനോ ഒന്നും സാഹചര്യം ലഭിച്ചില്ലേ? രേണുക, പ്രധാനമായും മഹേഷിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കത്തി കരുതി തന്നെയാണ് പ്രതി ആശുപത്രിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിലൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്ന കാര്യം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രതി അതിന് ശേഷം ഈ വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം ഈ ലിജി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്തുടർന്ന് കുത്തുകയായിരുന്നു. 4-5 തവണ ലിജിയുടെ ദേഹത്ത് കത്തി കുത്തിയിറക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ദൃക്സാക്ഷികളും അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം, അത് എന്തായാലും അങ്കമാലിയെ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് എന്തായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ എന്താണ് ഈ പ്രതിയുടെ മോട്ടീവ് എന്നും എന്താണ് പ്രതി ഈ ലിജിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്നും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദൃക്സാക്ഷികൾ അടക്കമുള്ളവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർവ്വ വൈരാഗ്യം വച്ചിട്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വൈരാഗ്യം വച്ചിട്ടാകാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്, മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇതിനൊരു കൃത്യമായ ഒരു ചിത്രം തെളിയുക. ശരി, എന്തായാലും അങ്കമാലി
മൂക്കണ്ണൂരിലെ ആശുപത്രിയിലാണ് ഈ നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ആശുപത്രിയിൽ കയറി യുവതിയെ കുത്തിക്കൊല്ലുകയായിരുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിന് തയ്യാറായി തന്നെ പ്രതി എത്തിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആർക്കും ഇടപെടാനോ രക്ഷിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടും. പ്രതിയെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് നന്ദൻ നൽകുന്ന വിവരം. പൊതുവ്യക്തി നിയമത്തിനെതിരായ CPM സെമിനാർ അല്പസമയത്തിനകം തുടങ്ങും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സെമിനാറിനാണ് തുടക്കം കുറിക്കുന്നത്. 4 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അല്പസമയത്തിനകം തുടങ്ങും എന്ന വിവരം വരുന്നു. യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ അവിടെ സെമിനാർ നടക്കുന്ന സ്വപ്ന നഗരിയിൽ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, അല്പസമയത്തിനകം സെമിനാർ ആരംഭിക്കും. ഇപ്പോൾ പറഞ്ഞ സമയത്തേക്കാൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ വേദിയിൽ നടക്കുന്നത് നമുക്ക് കാണാം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷു, മുഹമ്മദ് റിയാസ് മന്ത്രി എന്നിവരടക്കമുള്ളവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു. ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി നിശ്ചയിച്ചിരുന്ന പ്രാസംഗികർ, വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ ഇതിനകം ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് വരുന്നു. അതിഥികളെ നേരത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനകം ഈ സെമിനാർ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് CPM സംഘടിപ്പിച്ചതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടി എന്ന രീതിയിലാണ് നേരത്തെ നേതാക്കന്മാർ ഇന്നത്തെ ഈ സെമിനാറിനെ വിശേഷിപ്പിച്ചത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ ഒരു പൊതു വ്യക്തി നിയമം എന്ന പേരിൽ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനായും ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കുന്നതിനുമുള്ള രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണ നീക്കമാണ് ഈ BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. നിയമപരിഷ്കരണ കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാൻ ഇരിക്കെ അതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഒരു ബില്ലായി മാറുമ്പോൾ അനായാസം പാസാക്കിയെടുക്കാൻ സർക്കാരിന് കഴിയും എന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു മതവിഭാഗത്തെ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിലെ തന്നെ പല ഉപാന്തര വിഭാഗങ്ങളെയും ഇത് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിയമമാകും എന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഒപ്പം ഓരോ സമൂഹത്തിലും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിലും വേണ്ട നവീകരണങ്ങൾ അതത് സമൂഹത്തിൽ നിന്ന് തന്നെ ചർച്ചകൾ ഉയർന്നു വന്നു വേണം നടപ്പിലാവാൻ. എന്നാൽ അത്തരത്തിലുള്ള ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമത്തിലൂടെ BJP സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന വാദമാണ് CPM പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള നിലപാടാണ്. കേന്ദ്ര നേതൃത്വമാവട്ടെ ഈ നിയമപരിഷ്കരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട കരട് രേഖ പുറത്തിറങ്ങിയ ശേഷം പ്രതികരിക്കാമെന്ന് പറയുമ്പോൾ കരട് പുറത്തിറങ്ങിയാൽ പിന്നീട് വളരെ പെട്ടെന്നത് നിയമമായി മാറും, ബില്ല് പെട്ടെന്ന് നിയമമായി മാറും. അതുകൊണ്ട് പിന്നീടുള്ള ഒരു പ്രതിരോധത്തിനുള്ള അവസരം പോലും ഈ ഘട്ടത്തിൽ ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് CPM കുറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരണം എന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രചാരണമായാണ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ സെമിനാർ പ്രഖ്യാപനത്തിൽ എന്തായാലും പൊതുവ്യക്തി നിയമത്തിനെതിരായ സെമിനാർ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും ധനമന്ത്രിയും ഒക്കെയുണ്ട്. അല്പസമയത്തിനകം സെമിനാർ ആരംഭിക്കും. അപ്പോഴേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും മുന്നണി കൺവീനറുമായ EP ജയരാജന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അസാന്നിധ്യം എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്താണ് ഡിവൈഎഫ്ഐയുടെ മംഗലപുരം. ചെറിയ സംശയം, ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ ഘടകകക്ഷികളുടെ നേതാക്കളെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ഈ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെയൊക്കെ നേതാക്കളെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണി കൺവീനറെ കൂടി ആ പരിപാടിക്ക് ക്ഷണിക്കേണ്ടതല്ലേ? അങ്ങനെ ക്ഷണിക്കാതിരുന്നതിന് ഏതെങ്കിലും വിശദീകരണം ഇപ്പോൾ EP ജയരാജൻ പങ്കെടുക്കാത്തതുകൊണ്ട് ക്ഷണിച്ചിരുന്നില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ക്ഷണിക്കാതിരുന്നതിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ?
അത്തരം വിശദീകരണം പാർട്ടി നേതൃത്വത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും CPM-ന്റെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോഴിക്കോടാണുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക നോക്കിയാൽ MV ഗോവിന്ദൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഭാവികമായി അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ പങ്കെടുക്കേണ്ടത്. മറ്റ് നിളമരം കരീം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കോഴിക്കോട് നേതാവാണ്. ആ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വേണമെങ്കിൽ പങ്കെടുക്കുക അങ്ങനെ ന്യായീകരിക്കാനാവും. പിന്നീട് ജോസ് കെ മാണിയും MV ശ്യാംസ്കുമാറും മുഹമ്മദ് റിയാസ് മന്ത്രി പങ്കെടുക്കുന്നു. AK ശശീന്ദ്രനും അഹമ്മദ് ദേവർകോവിലും അബ്ദുൾ വഹാബും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷൻ P സതീദേവിയുണ്ട്. കോഴിക്കോട് മേയറുണ്ട്. അത്തരമൊരു പരിപാടിയിൽ CPM നേതാക്കളൊക്കെ മാറ്റി നിർത്താം. മുന്നണിയുടെ ഘടകകക്ഷികളുടെ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തുകൊണ്ട് മുന്നണി കൺവീനർ ഇല്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനും അപ്പുറത്തെ ചില കാര്യങ്ങൾ കൂടി 3 ദിവസമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞ ആഴ്ച ചേർന്ന് വളരെ പ്രധാനപ്പെട്ട അജണ്ട സിവിൽ കോഡിലെ ഈ സമരം തീരുമാനിച്ചൊക്കെ ആ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി നടക്കുമ്പോൾ EP ജയരാജൻ പങ്കെടുത്തില്ല. അദ്ദേഹം അന്ന് കണ്ണൂരായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. പിന്നീട് അദ്ദേഹം കോഴിക്കോട് പൗൾട്രി രംഗത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കാതെ അവിടെ പങ്കെടുത്തു. ഇന്നും സമാനമായി കോഴിക്കോട് ഒരു സേവനം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് DYFയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇതാദ്യമല്ല EP ജയരാജൻ ഇത്തരമൊരു നിസ്സഹകരണ സമീപനം സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകാത്തത് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അസംതൃപ്തി, പാർട്ടി നേതൃത്വത്തോടുള്ള ഒരു എതിർപ്പ് അദ്ദേഹം വീണ്ടും പ്രകടമാക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു വാദങ്ങളെയൊക്കെ തള്ളി രംഗത്ത് വരാൻ നമുക്ക് എന്നും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതി നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്ത് CPM ആസ്ഥാനമായ AKG സെൻറ്ററിന് മുന്നിലാണ്. ഇതിന് എതിർവശത്തുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നിട്ട് ഞാൻ മനഃപൂർവ്വം മാറി നിന്നല്ല, മറ്റ് അസൗകര്യമുണ്ട് എന്ന മട്ടിൽ ഉള്ള പ്രതികരണമാണ് അദ്ദേഹം ഔദ്യോഗികമായി നടത്തിയത്. ശരിക്കും അദ്ദേഹം ഈ കഴിഞ്ഞ ഗവർണറുടെ ആ സമരത്തിന് ശേഷം ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കാത്ത, അദ്ദേഹം മാത്രം മുന്നിലേക്ക് വരുന്ന പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നത്. പാർട്ടി കമ്മിറ്റികൾ അദ്ദേഹം അതിനുശേഷം പങ്കെടുത്തിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണിയിലെ ഘടകകക്ഷികൾ വലിയ അതൃപ്തിയിലാണ്. കാരണം സിവിൽ കോഡ് വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മുന്നണി നയപരമായ തീരുമാനമെടുക്കാതെ CPM സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അവിടെ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിനെ ക്ഷണിക്കുന്നു. ലീഗ് ക്ഷണം നിരസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും ഈ സാധാരണഗതിയിൽ ഇടതുമുന്നണിയുടെ ഒരു രീതി അനുസരിച്ച് ഇടതുമുന്നണിയുടെ ഘടകകക്ഷികൾക്കും CPM-നുള്ള പാലമായി പ്രവർത്തിക്കുന്ന ആളാണ് കൺവീനർ. EP ജയരാജനെ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികം അതുതന്നെയാണ്. ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ CPM നേതൃത്വത്തെ അറിയിക്കുക, അവരെ അനുനയിപ്പിച്ച് കൊണ്ടുപോവുക തുടങ്ങിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഉത്തരവാദിത്വവും കഴിഞ്ഞ കുറേ നാളുകളായി നിർവഹിക്കുന്നില്ല. അദ്ദേഹം പാർട്ടി സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട CPM നേതാവ് കൂടിയാണ്. ആ ചുമതല നിർവഹിക്കുന്നില്ല. പൊതുവ്യക്തി നിയമത്തിനെതിരെ CPM സംഘടിപ്പിക്കുന്ന സെമിനാറിൽ EP ജയരാജൻ പങ്കെടുക്കില്ല. കോഴിക്കോട്ടെ സെമിനാറിൽ EP ജയരാജൻ പങ്കെടുക്കില്ല. കോഴിക്കോട് സെമിനാർ നടക്കുമ്പോൾ EP തലസ്ഥാനത്താണ്. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ കുറച്ചു കാലമായി EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും അദ്ദേഹം പരസ്യമായി ഇത്തരം പ്രസ്താവനകളൊന്നും നടത്താറില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ആ അതൃപ്തി ശക്തമായി തന്നെ അറിയിക്കാറുമുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു സുപ്രധാനമായ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് DYFയുടെ ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പൊതുവ്യക്തി നിയമത്തിനെതിരായ CPM സെമിനാർ അല്പസമയത്തിനകം തുടങ്ങും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ സെമിനാറിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സെമിനാർ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, സെമിനാർ ആരംഭിച്ചോ? ഏതൊക്കെ പ്രമുഖ നേതാക്കൾ? 28 പേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ആരൊക്കെ എത്തിയിട്ടുണ്ട്? പ്രതീക്ഷിച്ചിരുന്ന സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തിയോ? രേണുക, CPM നേതൃത്വം നൽകുന്ന സെമിനാർ നടപടിക്രമങ്ങൾ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്വാഗത പ്രസംഗമാണ് നടക്കുന്നത്. ഇതിനുശേഷം മറ്റ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് യോഗം കടക്കും. വലിയ ഒരു ബാഹുല്യം തന്നെ ഇന്നത്തെ ഈ സെമിനാറിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. വളരെ വിശാലമായ ഒരു ഹാളാണ് ഇന്നത്തെ സെമിനാർ നടക്കുന്ന വേദി. ഇവിടെ ഏതാണ്ട്
നിറയുന്ന തരത്തിലേക്ക് തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുന്നിലൊക്കെ ഒരു നേതാക്കന്മാരുടെ ഒരു വലിയ ബാഹുല്യം തന്നെയുണ്ട്. ഇതിന്റെ പിൻനിരയിൽ സാധാരണക്കാരായ പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വലിയൊരു ബാഹുല്യം തന്നെ ഈ സെമിനാറിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഒരു അഭിമാന കാര്യമായി തന്നെയാണ് ഇന്നത്തെ ഈ സെമിനാറിനെ CPM കണ്ടത്. അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണ പരിപാടികളും പ്രചാരണ പ്രവർത്തനങ്ങളും നടന്നു. അതിന് തന്നെയുള്ളൊരു പങ്കാളിത്തം, ആളുകളുടെ പങ്കാളിത്തം ഈ യോഗത്തിലുണ്ട്. വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സീറ്റുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിരവധി പേർ ഇനിയും വരുമെന്നും പറഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കൾ, CPM-ന്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇടതുപക്ഷത്തെ പ്രതികരിച്ച് ജോസ് കെ മാണി അടക്കമുള്ള ആളുകൾ, മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ, MV ശ്രേയാംസ് കുമാർ, ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2 വനിതാ നേതാക്കളാണ് ഈ പ്രധാന വേദിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാനത്തിൽ ജമീല MLA-യോട്, CPM MLA കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള MLA-യോട് നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. കേവലം സ്റ്റേജിലിരിക്കുക എന്നതല്ല, ഈ പരിപാടിക്ക് പങ്കാളിയാവുക എന്നതാണ് പ്രാധാന്യമുള്ള കാര്യം. CPM എല്ലാ കാലത്തും വനിതാ നേതാക്കളെ, പ്രത്യേകിച്ചും മുസ്ലിം നേതാക്കളെയൊക്കെ പൊതുമാധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു തടസ്സവും കാണിച്ചിട്ടുള്ള പാർട്ടിയല്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സെമിനാറിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്വാഗത പ്രസംഗം നടക്കുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ്. എന്തായാലും അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സെമിനാർ ആരംഭിക്കുകയാണ്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് നേരത്തെ വന്ന സെമിനാറുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. നിയമ കമ്മീഷന്റെ മുമ്പിൽ നേരത്തെ തന്നെ ഈ വിഷയം വന്നിരുന്നു. 2018 നിയമ കമ്മീഷന്റെ മുമ്പിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. അപ്പോഴെടുത്തിട്ടുള്ള ഒരു പൊതു നിലപാട് ഇപ്പോൾ സമൂഹം ഇതിന് പാകമായിട്ടില്ല. വ്യത്യസ്ത മതവിശ്വാസികളിലും വ്യത്യസ്ത സമുദായങ്ങളിലും പ്രത്യേക നിലപാടുകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ളത് വലിയ ദീർഘമായി നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നു ചേരേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് സമൂഹം അതിന് കഴിവാർജിക്കുള്ളൂ, സമൂഹം പക്വമാവുള്ളൂ. അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആശയം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഈ പ്രശ്നം മാത്രമല്ല, മണിപ്പൂർ പ്രശ്നത്തിന്റെ അതിന്റെ അടിസ്ഥാനം എന്താ? രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചത്. BJP ഗവൺമെന്റ് നടപ്പാക്കുന്ന RSS അജണ്ടകൾക്കെതിരായ മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മ സൃഷ്ടിക്കാൻ വലിയ തോതിൽ സംഭാവന നൽകും. അപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഏകോപന ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അടുത്ത ഘട്ട യോഗം ബാംഗ്ലൂരിൽ ചേരാൻ പോവുകയാണ്. അതിനിടയിലാണ് ഏക സിവിൽ കോഡിന്റെ പ്രശ്നം പ്രധാനമന്ത്രി എടുത്തിട്ടത്. 22ാം നിയമ കമ്മീഷൻ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടേ ഉള്ളൂ. എന്തായിരിക്കും അവരുടെ നിഗമനമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. 21ാം നിയമ കമ്മീഷൻ 2018 ഏക സിവിൽ കോഡ് പ്രായോഗികമല്ല, ആവശ്യമില്ല എന്ന റിപ്പോർട്ട് കൊടുത്തതാണ്. അതിൽ വ്യത്യസ്തമായ റിപ്പോർട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പഠനവും പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ്. പ്രധാനമന്ത്രി അത്തരമൊരു നിലപാട് പരസ്യമായി പറഞ്ഞാൽ അതിനെതിരായി ഒരു അഭിപ്രായം എഴുതാൻ ഏത് കമ്മീഷനാണ് ധൈര്യം വരിക? അപ്പോൾ അതുകൊണ്ട് ഇതൊരു അജണ്ടയാണ്. ഇതുവരെ നടത്തിയ വർഗീയവൽക്കരണ പ്രക്രിയ 24-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പോരാ എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. കർണാടകയിലെയും ഹിമാചൽ പ്രദേശിലെയും തോൽവി, ഡൽഹി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തോൽവി. ഇതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതജാതി ഭേദമന്യേ ഇന്ത്യയിൽ മതേതരത്വം പുലരണം, ഇന്ത്യയിൽ വിഭാഗീയത ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മുഴുവൻ പങ്കെടുക്കുന്നു. കാരണം ഇതിന്റെ പേര് ഏകീകൃത സിവിൽ കോഡ് എന്നാണെങ്കിലും സത്യത്തിൽ ഒരു വർഗീയ കോഡാണിത് ഫലത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. കാരണം ഭൂരിപക്ഷ ന്യൂനപക്ഷ
സമുദായങ്ങൾക്കെതിരെ ശത്രുത ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിതത്വ ബോധമുണ്ടാക്കി ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിന്റെ പിറകിലുള്ളത്. കാരണം ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുള്ള ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളത്. പിന്നീടുള്ള വിശദീകരണങ്ങളിലൊക്കെ ഇത് അതാത് സമുദായങ്ങളിലുള്ളവരെയായിട്ട് ചർച്ച ചെയ്തിട്ടാണ് വ്യക്തി നിയമങ്ങളിലെ മാറ്റം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീ തൊഴിലാളികൾക്കും പുരുഷ തൊഴിലാളികൾക്കും ഒരേ വേതനം ലഭിക്കുക, 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടാക്കുക, സൗജന്യമായിട്ടുള്ള ആരോഗ്യം, പാർപ്പിടം, മാത്രമല്ല സമ്പത്ത് ഏതെങ്കിലും വ്യക്തികളിലോ ഗ്രൂപ്പുകളിലോ കുമിഞ്ഞുകൂടുന്നതിനെ തടയുക അടക്കം മാർഗനിർദ്ദേശ തത്വങ്ങളിലുള്ളതാണ്. ഇതൊന്നും തന്നെ നടപ്പാക്കാതെ ഈ യൂണിഫോം സിവിൽ കോഡ് മാത്രം ഇവിടെ പിടിച്ച് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് വർഗീയ ലക്ഷ്യം വെച്ചിട്ടാണ്. ഇതുകൊണ്ടാണ് ഇതിൽ മതേതരവാദികളായിട്ടുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. ഇതൊരു ഹിന്ദുത്വ അജണ്ട എന്നല്ല ശരിക്ക് പറയേണ്ടത്, ഇതൊരു വർഗീയ ഫാസിസ്റ്റ് വിഭജന അജണ്ടയാണ്. മുസ്ലിങ്ങളെ തന്നെ ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ ആ വിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നുവെന്ന് തീർച്ചയായിട്ടും ഇത് ന്യൂനപക്ഷങ്ങളെ അരക്ഷിതാവസ്ഥയിലാക്കുന്നതാണ്. പ്രധാനമായിട്ടും മുസ്ലിം വിരോധം ഇതിന്റെ പിറകിലുണ്ട്. വാർത്തകൾ തുടരുന്നു. KSRTC CMT സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് ബിജു പ്രഭാകർ. ഇക്കാര്യം മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും അറിയിച്ചു. എന്നാൽ രാജ്യസന്നദ്ധത അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ CMT വിശദീകരിക്കും. വൈകിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ വിശദീകരണം നൽകും. ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് TDF-ന്റെ അരത്തുണി സമരം നടന്നു. CMT-യുടെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. സർക്കാർ സഹായം വൈകിയതും CIT ഉൾപ്പെടെയുള്ള അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധവും കൊണ്ടുമാണ് CMD ബിജു പ്രഭാകർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും KSRTCയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളുടെ ലൈവിലൂടെയായിരിക്കും CMD ബിജു പ്രഭാകർ ജനങ്ങളോടും അതോടൊപ്പം തന്നെ KSRTC ജീവനക്കാരോടും മറുപടി പറയുക. പ്രധാനമായും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ കാണുമ്പോൾ KSRTCയുടെ വരവ് ചിലവ് കണക്കുകളാണ് വിശദീകരിക്കുക. പ്രധാനമായും അംഗീകൃത ട്രേഡ് യൂണിയനുകൾ എപ്പോഴും വാദിക്കുന്നത് KSRTCയുടെ അക്കൗണ്ടിൽ മതിയായ തുകയുണ്ടെന്നും 80 കോടി രൂപ ശമ്പളത്തിന് നൽകാൻ KSRTCക്ക് കഴിയും എന്നുമാണ് വാദിക്കുന്നത്. പക്ഷേ KSRTCയുടെ വരവ് ചിലവ് കണക്കുകൾ, സർക്കാരിന്റെ സഹായം വൈകുന്നത്, അങ്ങനെ നിരവധി വിഷയങ്ങൾ ജനങ്ങളോടും ജീവനക്കാരോടും പ്രതികരിക്കാൻ തന്നെയാണ് ഇപ്പോൾ CMD ബിജു പ്രഭാകർ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിന്റെ ധനസഹായം ഓരോ ദിവസം കൂടുന്തോറും വൈകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിലനിർത്തുന്ന കഴിഞ്ഞ വർഷമൊക്കെ തന്നെ 60 കോടി രൂപ സർക്കാർ ധനസഹായം നൽകാമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അത് പിന്നീട് 50 കോടിയായി കുറഞ്ഞു. അത് പിന്നീട് 30 കോടി രൂപയായി കുറയുകയും ചെയ്തു. അങ്ങനെ KSRTCയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ ഓരോ ദിവസവും CMD ബിജു പ്രഭാകറിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ വലിയ തോതിൽ പ്രതിഷേധവും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, സർക്കാർ പണം വൈകുന്ന വിഷയത്തിൽ കൂടി ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ ബിജു പ്രഭാകറിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബിജു പ്രഭാകർ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാർത്ത അത് ഗതാഗത മന്ത്രി ആന്റണി രാജു നിഷേധിച്ചിട്ടുണ്ട്. ഇതുവരെയും ആരും രാജ്യസന്നദ്ധ അറിയിച്ചിട്ടില്ല. KSRTCയുടെ തൽസ്ഥാനത്ത് തന്നെ CMD ബിജു പ്രഭാകർ തുടരും എന്ന ഒരു കാര്യം തന്നെയാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചത്. ശരി, എന്തായാലും അത് കാത്തിരുന്ന് നോക്കാം. 6 മണിക്ക് ആണ് ബിജു പ്രഭാകർ സമൂഹ മാധ്യമങ്ങളിലൂടെ സംവദിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിടവേള കൂടി, അതിനുശേഷം CPM സെമിനാർ വാർത്തകളിലേക്ക് തിരിച്ചെത്താം.
പൊതുവ്യക്തി നിയമത്തിനെതിരായ CPM സെമിനാർ കോഴിക്കോട് തുടങ്ങിയിരിക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിക്കുന്നു. ജനകീയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിലേക്ക് the large number of ministers, leaders of political parties, secretaries, leaders of social organizations and leaders of various movements that are there on the dais, with respect to all of them, and my dear brothers and sisters. This is a very unique and a very important initiative that has been taken to organize this sort of a seminar or a meeting or a discussion in order to maintain the plurality that we have in our country. It is not only diversity, it is plurality. And the difference between the two is that diversity is differences in the way we operate, behave, we organize, but plurality is recognition of different groups and different sets of people who cohabit and live together. So therefore, this is, I think, a meeting where this plurality of India will be addressed, which is our rich heritage, and that has to be maintained. ഇന്നത്തെ അധ്യക്ഷൻ, വേദിയിലുള്ള മന്ത്രിമാർ, സാമൂഹ്യ സംഘടനാ നേതാക്കൾ, മറ്റ് പ്രമുഖരായ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും രാജ്യത്തിന്റെ വൈവിധ്യപൂർണമായ ഇന്നത്തെ അവസ്ഥ നിലനിർത്തുകയും ചെയ്യാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ മഹാസമ്മേളനം. That's right. When we are discussing the question of the Uniform Civil Code and Article 44 of our Constitution, we must recollect very briefly what the discussion in the Constituent Assembly was when Dr. Babasaheb Ambedkar, in part of the discussion, talked in terms of saying that this is an effort which has to be undertaken and achieved only through the cooperation of all sections of people and through very, very deep discussions. This is part, Article 44 is part of the directive principles of state policy. These are not judiciable. Many, many noble ideas are there. And in fact, 43A talks of what Comrade Karim is very adequately advocating, of workers' participation in management. That is also a constitutional provision. But nobody talks of such provisions to be implemented. So there is a motivation why it is being raised today and why it has consistently been raised by the BJP as part of its three core communal issues. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയുടെ 44ാം ഖണ്ഡികയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. ഭരണഘടനയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഭരണഘടനാ അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. ഭരണഘടനാ സമിതിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കർ വിപുലമായ ചർച്ചകളിലൂടെയും വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തിലൂടെയും മാത്രമേ ഏക സിവിൽ കോഡ് പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും സാധിക്കൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിനു വേണ്ടി ഈ പ്രശ്നം ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. ഇതുപോലെ മറ്റൊട്ടനേക വിഷയങ്ങളും മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഉദാഹരണം പറഞ്ഞാൽ 43A വ്യവസായങ്ങളിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളി പ്രതിനിധികൾക്ക് മാനേജ്മെന്റിൽ പങ്കാളിത്തം നൽകുക എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ എന്തുകൊണ്ടാണ് ധൃതി കാണിക്കാത്തത്? ഇത് വ്യക്തമായും ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. When this Modi government assumed office in 2014, in 2016, under his directions, the Law Commission, then the 21st Law Commission, the last Law Commission, it conducted an exercise on the issue of Uniform Civil Code.
For 2 years, talking to all sections and all stakeholders, it came to a final conclusion in 2018. I'll read out the crucial part of their report. And I'm quoting from the report, quote, while diversity of Indian culture can and should be celebrated, specific groups or weaker sections of the society must not be disprivileged in the process. Resolution of this conflict does not mean abolition of difference. This commission has therefore dealt with laws that are discriminatory rather than providing a uniform civil code which is, underlined, which is neither necessary nor desirable at this stage. Most countries are now moving towards recognition of difference, and the mere existence of difference does not imply discrimination, but is indicative of a robust democracy, unquote. The CPIM endorses this position, and we agree and we uphold this is the understanding that must prevail in the country. മോദി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2016 സർക്കാർ നിയോഗിച്ച നിയമ കമ്മീഷൻ ഈ വിഷയം സംബന്ധിച്ച് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങൾ കേട്ടു. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് 2 വർഷത്തിന് ശേഷം 2018 അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അവർ വ്യക്തമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യപൂർണമായ അവസ്ഥ. ഏതു തരത്തിലുള്ള നടപടിയും അവശ്യ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ വിവേചനത്തോടുകൂടി കാണുന്ന തലത്തിലാവരുത് എന്ന് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഫൈനലായി ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ, ഒരു അന്തിമ അഭിപ്രായം എന്ന നിലയിൽ അവർ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല, അഭികാമ്യവുമല്ല. മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളും വ്യത്യസ്തതകൾ നിലനിർത്താനും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ ഏകീകരണം എന്ന പേരിൽ ഒരു പുതിയ ആശയമായിട്ട് വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സുരക്ഷിതമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് പകരം ഏകീകരണം എന്ന പേരിൽ മറ്റ് ചില അജണ്ടയിലേക്കാണ് ഇവർ പോകുന്നത്. But at the same time, CPIM believes that uniformity is not equality. The CPIM steadfastly champions the question of equal rights and equality, not only between men and women, that is gender equality, but equality of all human beings, irrespective of their caste, their creed, or their gender. But in order to achieve this, which is a constitutional guarantee, this equality, but in order to achieve this, it is necessary that any need for a reform in personal or customary law in any community or section must be undertaken in consultation with specific communities and the democratic participation of all, that is men and women. Without undertaking this process, any superimposition of any order is something that the CPM relentlessly opposes and will continue to oppose to even today's conditions. ഏകീകരണമെന്ന് പറഞ്ഞാൽ സമത്വം സൃഷ്ടിക്കലല്ല. ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാകുന്നതിനെ CPIM എല്ലായ്പ്പോഴും അനുകൂലിക്കുന്നു. അത് ലിംഗസമത്വം മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ, വിവിധ സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലൊക്കെ സമത്വപൂർണമായ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക എന്ന ഒരു പൊതുവായ ആശയമാണ്. ഏതെങ്കിലും സമുദായത്തിൽ, ഏതെങ്കിലും സമൂഹത്തിൽ, ഏതെങ്കിലും വിഭാഗത്തിൽ നിലവിലുള്ള ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനിടയിൽ വിപുലമായ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ അഭിപ്രായ വിനിമയത്തിന് അവസരം നൽകിക്കൊണ്ട് വേണം അത്തരമൊരു പരിശ്രമം നടത്താൻ. അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നത് അഭികാമ്യമല്ല. ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ
എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന നിലപാടിനോടാണ് CPIM. That's why during the discussions in our Constituent Assembly, when this Constitution was finally adopted, there was an underlying understanding that in India, given our diversity and plurality, the strengthening of the unity and integrity of our country and of unity of the people can happen only when you strengthen the bonds of commonality amongst this diversity. It cannot be strengthened by imposing a uniformity on this diversity. Any effort to impose a uniformity will tear our social fabric asunder. With this understanding, there are today 11 provisions in our Constitution recognizing and granting special conditions and special specificities for different regions, different sets of people. That is Article 371. And then from 371A to 371J, various sections of our country, various parts, their people have different protection of different types of rights. That is the recognition of this plurality. ഭരണഘടന ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ എല്ലാം നിലനിൽപ്പ് വളരെ ഗൗരവമായ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം എന്ന് പറയുന്നത് വൈവിധ്യത്തെ അംഗീകരിക്കലാണ് ഇതിന്റെ എല്ലാം ഉള്ളടക്കമെന്ന് ആ ചർച്ചകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തണമെങ്കിൽ ഈ തത്വം അംഗീകരിച്ചേ മതിയാവും. വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പക്വമായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. 11 വകുപ്പുകളിലായി ഓരോ പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കുന്ന വ്യക്തമായ വ്യവസ്ഥകൾ ഭരണഘടന ഉൾച്ചേർത്തിട്ടുണ്ട്. 371 വകുപ്പിലെ 371A മുതൽ J വരെ ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, വംശങ്ങൾക്ക് അവരുടെ വ്യത്യസ്തതയും ആചാരങ്ങളും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകളാണ്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ചർച്ച. And then you have from Articles 25 to 30, the 6th schedule under Article 244, the 5th schedule which gives Gram Sabhas for the tribal areas. All these constitutional provisions exist today as law in our country, and that is the recognition of our plurality. We can give millions of examples of how plural our society is, and this is not confined to any one religion or between one or two religions. It's confined, it expands and grows into differences in customs, in personal laws, in personal traditions that are adopted within the religious communities themselves to a very, very wide extent. ഭരണഘടനയുടെ 25 മുതൽ 30 വരെ വകുപ്പുകളിലും ഇത്തരം പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 5th ഭരണഘടനയുടെ 5ാം ഷെഡ്യൂളിൽ വിവിധങ്ങളായ ഗോത്രവർഗ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭരണഘടനയിൽ നിന്നെടുക്കാൻ സാധിക്കും. മത സാമുദായിക വിഭാഗത്തിനിടയിലും വ്യത്യസ്തങ്ങളായ വ്യക്തി നിയമങ്ങളും പാരമ്പര്യങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെ ഏകാത്മകമായ അല്ലെങ്കിൽ ഐക്യപൂർണമായ അവസ്ഥ. That's right. Just for some illustration, you look at the differences that exist in our country. If you go to in the Khasi tribe, you have the woman, which is the head of the family. The men have absolutely no role to play there. In terms of even property divisions, it is the woman. And legally, it is the woman that has the right to enter into property disputes.
You go today to Kinnaur in Himachal Pradesh, that district bordering international borders. In that district, the tradition is that every woman will have 5 husbands, like Draupadi did in the Mahabharata. That tradition is continued and followed till now, and it's accepted under law. And you have, even within the Hindu community, so much of difference in terms of the customs that are followed, which are actually legally valid today. I'll tell you one personal incident. I am born into a family where my mother's brother could have married me if I was a girl. My maternal uncle can marry the maternal niece. That is allowed. So the story goes that my maternal uncle, who retired as a IAS officer, who was Secretary of United Andhra Pradesh, when I was being born, was telling my mother to produce a daughter so that he can marry. But then I turned out to be a son, but that is a different story. But the point is, the same practice is taboo in very nearby, within the same Hindu community. You go next door. I was born in today's Chennai, Madras. There in that society, you can marry your first cousin. But in my, community, marrying your first cousin is incest or a crime. In their community, marrying the maternal niece or an uncle is a crime. Now, what are these laws? They are all part of the same Hindu community. So, what is unity that is being taught? നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ജീവിത രീതികളിൽ, ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ കുടുംബത്തിന്റെ നാഥ സ്ത്രീയാണ് എന്ന് സങ്കല്പിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തുണ്ട്. ഹിമാചൽ പ്രദേശിൽ അതിർത്തിയോടടുത്ത ഒരു പ്രദേശത്ത് ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ വരെ ആവാം. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ സങ്കല്പം പോലെ ഹിന്ദു സമുദായത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം നിയമപരമായ സംരക്ഷണം, ചട്ടങ്ങളിൽ സംരക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സീതാറാമന്റെ കുടുംബത്തിന്റെ തന്നെ ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരന്റെ അമ്മയുടെ മക്കൾക്ക് വിവാഹം ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ ആ സമുദായത്തിലുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരാൾ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു എന്ന കാര്യം സാന്ദർഭികമായി അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ തന്നെ ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യാൻ അനുവാദം രീതി ചില സമുദായങ്ങളിൽ, ഹിന്ദു സമുദായങ്ങളിൽ, മറ്റ് സമുദായങ്ങളിൽ, മറ്റ് വിഭാഗങ്ങളിൽ അത് പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ വൈവിധ്യങ്ങൾ ഹിന്ദു സമുദായത്തിൽ തന്നെ നിലനിൽക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും നിയമപരമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And then there are different inheritance laws within the Hindu community itself. In different parts, women's role in the inheritance is always been under a question mark, and big struggles have to be waged by us in order to give them equal share in the property. And then the worst of the situations, which is the caste question. Even today, the question of widows' remarriage, even if you have the law, what is the practice? Go today to our Prime Minister's constituency, you will find how that has been violated, but no action is taken against anybody. Or for that matter, the honor killings that take place today against inter-caste marriages. When our youth want to marry each other, if their caste is different, they franchise and decide punishment, which is outside of the matter of your law. And then there is the very, very big issue
of what is called the Hindu Undivided Family Act, through which there are huge tax exemptions, which nobody else or belonging to any other community will avail of, but it exists today, and some lakhs of crores of rupees of tax is evaded through that fees. So when you talk uniformity, is there any idea what is this government wanting to talk about? But I think and we all think that is not the issue of uniformity in civil code. This uniform civil code is a slogan that is meant to sharpen communal polarization and not to actually achieve any uniformity at all, but to be used as a political tool by the BJP for its sharpening of communal polarization. സ്വത്തവകാശ നിയമങ്ങൾ സംബന്ധിച്ചും ഒരുപാട് വ്യത്യസ്തതകൾ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. കുടുംബത്തിന്റെ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമില്ലാത്ത അവസ്ഥ ഹിന്ദു സമുദായത്തിൽ വ്യാപകമായി ചില പ്രദേശങ്ങളിൽ നിൽക്കുന്നുണ്ട്, ചില വിഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള അവകാശം സംബന്ധിച്ചും വ്യത്യസ്തമായ നിലപാടുകൾ ഹിന്ദു സമുദായത്തിലും മറ്റു പല സമുദായങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ജാതീയേതര വിവാഹിതരാകുന്നവരെ ദുരഭിമാന കൊല നടത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഖാപ്പ് പഞ്ചായത്ത്, ഗ്രാമതലത്തിൽ സമുദായത്തിന്റെ പഞ്ചായത്ത് കൂടി ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായങ്ങൾ ഇന്നും വടക്കേ ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു അവിഭക്ത കുടുംബത്തിന് നികുതി ഇളവുകൾ കിട്ടുമെന്നതിനാൽ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയുടെ നികുതി ഇളവ് തട്ടിപ്പ് നടത്തുന്ന സമ്പ്രദായം നിലനിർത്തിപ്പോരുന്ന രീതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിനിടയിൽ എന്താണ് ഈ യൂണിഫോമിറ്റി എന്നുകൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് സർക്കാർ യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്? ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന വിവാദം ഇപ്പോൾ ഉയർത്തിയത് സാമുദായികമായ ഭിന്നത രൂക്ഷമാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഒരു ഏകീകരണവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ല ഇതിന്റെ പിന്നിലുള്ളത്. That's why after this announcement was made, you had the Nagaland Chief Minister come to Delhi meet the Union Home Minister. And after meeting the Home Minister, the Nagaland Chief Minister came out and publicly addressed the media. And he said, we have been assured that the proposed UCC will not apply to the tribals, it will not apply to Christians, they will be exempted. That assurance has been given. The Sikh community, with the Chief Minister of Punjab, openly demanding the Sikhs that has been accepted, the Sikhs will be exempted. The Parsis, they said we are a very small community, therefore we should be exempted from the UCC. In Goa, the Defence Minister very proudly said, the BJP government has brought a UCC, which is there in Goa. And what does the UCC say? That if a wife doesn't produce children, particularly a male child, by a certain age, the husband has the right, the legal right, to take another wife. That is bigamy. That is allowed in Goa. You say then all Parsis are exempt, your Sikhs are exempt, then Christians are exempt, then tribals are exempt. Who is left? And that is where the actual purpose of this whole exercise of UCC comes before us, which we have to understand and resist. നാഗാലാൻഡ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് പട്ടിക വർഗ വിഭാഗങ്ങളെ, ഗോത്ര വിഭാഗങ്ങളെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അമിത്ഷായുമായി ചർച്ച കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോത്രവർഗ വിഭാഗത്തെ യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തെയും മറ്റ് ചില ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ട മറ്റു ചില വിഭാഗങ്ങളെയും ഒഴിവാക്കാമെന്ന് സമ്മതിച്ചതായി അവകാശവാദം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. സിഖ് സമുദായത്തെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ
പാഴ്സി വിഭാഗത്തെ ഒഴിവാക്കണമെന്ന് അവരുടെ സംഘടനാ പ്രതിനിധികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഗോവയിൽ BJP ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവിടെ നേരത്തെ ഉള്ളത് നിലനിൽക്കുമെന്ന വിധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വളരെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. അവിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് പുനർവിവാഹം ചെയ്യുന്നവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ BJP ഇപ്പോൾ പറയുന്ന, പ്രധാനമന്ത്രി പറയുന്ന ഏകീകൃത സിവിൽ കോഡ് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നതാണ് ഈ വിവാദം ഉണ്ടാക്കിയത്, എന്തിനാണ് എന്നതാണ് ആലോചിക്കേണ്ട ഗൗരവമായ പ്രശ്നം. That is why rejecting the 21st Law Commission recommendation that I read out earlier at the beginning, in 2022, in a case that has been filed and was heard by the Supreme Court, the central government was asked to submit their opinion on this uniform civil code. And in an affidavit, in a central government affidavit, the Modi government submitted to the Supreme Court that different property and matrimonial laws is an affront to national unity, unquote. What are these different laws that are affront to national unity? The affidavit does not spell out. But on the basis of this affidavit, rejecting the 2018 Law Commission recommendation, the Prime Minister addresses who? He addresses the polling agents of the BJP in the constituency connected with the elections. And in that address, he mentions the latest speech that is now circulating, that in a family you cannot have two laws for two sons. Now what are these two laws? What is this concept of two? We've just discussed from the Khasi tribes to the Hindu society, to Kap Panchayats, to the Hindu Undivided Family Act. There are so many different laws and different practices that are valid and validated by our constitution, constitutional provisions. But then here it is picked out as two. And it is on this basis of saying there cannot be two laws, the game is very clear that this is a entire exercise to sharpen the communal polarization, to sharpen the Hindu-Muslim communal polarization. That is why the slogan has been raised, and with a view of 2024 general elections. This is the entire game that is being played out. 21ാം നിയമ കമ്മീഷന്റെ ശുപാർശകൾ ഈ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് വന്ന വ്യവഹാരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സമർപ്പിച്ച അഫിഡവിറ്റിൽ താഴെ പറയുന്ന വിധത്തിൽ പറയുന്നുണ്ട്: രാജ്യത്ത് സ്വത്തവകാശം സംബന്ധിച്ചും വിവാഹ അവകാശങ്ങൾ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നിലനിൽക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരമാണ് എന്ന്. ഇതിനർത്ഥം 2018 റിപ്പോർട്ട് അവർ തിരസ്കരിക്കുന്നു എന്നാണ്. മധ്യപ്രദേശിൽ BJPയുടെ പോളിംഗ് ഏജന്റുമാരുടെ ഒരു മീറ്റിംഗിലാണ് പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ആവശ്യകത പച്ചയായി പരസ്യമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു കുടുംബത്തിൽ 2 നിയമങ്ങൾ പാടില്ല എന്ന വിധത്തിൽ. അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് കാസി വിഭാഗം, ഗോത്രവർഗ വിഭാഗങ്ങൾ, മറ്റൊട്ടേറെ വിഭാഗങ്ങൾ, പാർസി, സിഖ് തുടങ്ങിയ ഒട്ടേറെ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ സ്വത്തവകാശം സംബന്ധിച്ചും വിവാഹ സംബന്ധിച്ചും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡ് എന്ന വിവാദം കൊണ്ടുവന്നത് വളരെ കൃത്യമാണ്. ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ വിവാദത്തിന്റെ പിന്നിലുള്ളത്. That is why this whole exercise that has been initiated now, the focus on the uniform civil code, the suspicion why this is raised for is basically for sharpening polarization,
that becomes stronger on the basis of the background of developments that have taken place during the last 8-9 years. You have laws in the name of love jihad, where a particular community is targeted. You have laws which actually now restrict interfaith marriages, dissuade them that they should not take place, or create conditions where it becomes very difficult for youngsters belonging to different faiths to get married. Even though you have a special marriages act in the country that permits that. You have laws in all BJP-ruled states in the name of cow protection, where a certain community is being targeted. And then you have the CAA that's brought out, where the focus target was that of our Muslim brothers and sisters. And then, of course, you have the application of Article 370 and the dissolution of the only Muslim majority state in India, that is Jammu and Kashmir. Now all these things, the string of these developments, and on top of that, this being said by the Prime Minister today, of saying that two laws cannot be, when you have these multiple differences that we discuss now, why is the similarity of the two laws? That is what strengthens this particular suspicion that this is actually a weapon for communal polarization to be used for electoral and political purposes in the 2024 general elections. പലവിധത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലാണ്. കഴിഞ്ഞ 8-9 വർഷക്കാലത്തിനിടയിൽ മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വിവിധങ്ങളായ നിയമങ്ങൾ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയുണ്ടായി. ലവ് ജിഹാദ് തടയാനുള്ള നിയമം, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം നിരോധിക്കുന്ന നിയമം, ചെറുപ്പക്കാരായ ആളുകൾക്കിടയിൽ ജാതിയേതര മതേതര വിവാഹങ്ങൾ നടക്കുന്നത് സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം അനുവദനീയമായത് ചെറുപ്പക്കാരുടെ മാത്രമല്ല, ചെറുപ്പക്കാരുടെയിലാണ് പ്രവണതകൾ. ഇന്നിപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന നിയമങ്ങൾ വരികയാണ്. ഗോ സംരക്ഷണം എന്നതിന്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുകയും ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പൌരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു കളഞ്ഞത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഏക സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുക ഉൾപ്പെടെ ചെയ്തതും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു വീട്ടിൽ 2 നിയമങ്ങൾ പാടില്ല എന്ന് പറയുന്നതും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. That is why today it's not only communal polarization for electoral purposes or political purposes. That of course it is. But it is much more dangerous in the sense the very unity, integrity of our social fabric. If that has to be maintained, these sort of divisive, polarizing slogans and efforts in order to achieve their political objectives, that is very dangerous to the concept of India as we all know, as defined in our constitution. The secular democratic Republic of India, that Republic of India is sought to be converted or transformed into what they would want, which is their political project of a rabidly intolerant, fascistic Hindutva Rashtra. If this project has to succeed, then the present constitutional order, that cannot exist. If that exists, then this transformation is not possible. That is why you find today a relentless attacks on the 4 foundational pillars of our constitution: secular democracy, economic sovereignty, social justice, and federalism. These 4 are being assaulted, and part of this assault to convert the secular democratic republic into their
intolerant fascistic Hindutva Rashtra, it is necessary to sharpen this communal polarization. That is why not one word comes out of our Prime Minister against all these calls for genocide that are given by various so-called leaders of religious faiths of the Hindu community. 75 days, an ethnic conflict is going on, again connected with the civil code. Ethnic conflict going on in Manipur, but not one word from our Prime Minister. Means what? Allow this tensions and strife to continue. And the larger design is to change the character of the Republic of India. ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സാമുദായിക ധ്രുവീകരണത്തിനുള്ള പരിശ്രമം വെറും ഒരു തെരഞ്ഞെടുപ്പ് വർഷം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയെ തന്നെ മാറ്റം വരുത്തുന്ന അതീവ ഗുരുതരമായൊരു പ്രശ്നമാണ്. വൈവിധ്യങ്ങളുടെ ഐക്യത്തോടെയുള്ള ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടപ്പെടും. അത് ഇന്ത്യ എന്ന നമ്മുടെ സങ്കല്പത്തെ തന്നെ അങ്ങേയറ്റം ദുർബലമാക്കും. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അപകടം വരുത്തുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ. ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക്, ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കാണ് ഈ പോക്കെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഭരണഘടനയുടെ 4 അടിസ്ഥാന തൂണുകളെ തകർക്കുന്നതാണ്. 1, മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കണം. 2, സാമ്പത്തികമായ നമ്മുടെ പരമാധികാരം. 3, സാമൂഹ്യ നീതി. 4, ഫെഡറലിസം എന്ന് പറയുന്ന തത്വം. ഇതിനെല്ലാം തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം. വംശഹത്യകൾ നമ്മുടെ രാജ്യത്ത് പെരുകി വരികയാണ്. കഴിഞ്ഞ 75 ദിവസമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രദേശത്തിന്റെയും രാഷ്ട്രീയ സ്വഭാവത്തെ തന്നെ മാറ്റി തീർക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു അജണ്ടയാണ് ഇതിലൂടെയെല്ലാം വെളിപ്പെട്ടു വരുന്നത്. So this struggle today, the Uniform Civil Code, is part of the larger struggle to safeguard and preserve the character of independent India, which is based on the foundations of plurality and the recognition of equal status to every single diversity that we have in our country, whether it's language, whether it's religion, whether it's customs, whether it's our traditions, etc. That sort of an India which we have to build, that is being destroyed, and this is part of that larger agenda. That is why we all have to realize, my dear friends, that this is a battle that will define whether India, that is Bharat, will remain the secular democratic India that we all know, in which all of us were born. This is the larger political battle, and that is why the CPM is very clear. We are saying that we go by the understanding that we always maintain, but the 21st Law Commission also has said that we should deal with laws that are discriminatory, laws, practices, customs in every community, every section that are discriminatory. That has to be corrected with the entire community. And it is not a question of a uniform civil code being imposed from the top. That is why uniformity does not mean equality. The CPIM stands for equality like the Constitution of India stands for equality. And it is that equality that we should all fight for, that every one of us is first a human being and then everything else that follows. And that is why I am so glad that this is taking place in Kerala, and that too in Calicut, because I have always been proud since I have come into politics, half a century ago. I have always been proud of one fact, that wherever I travelled in India, and I travelled all over India, but the only place where I go, where nobody asks me, what is my religion, what is my caste, where do I come from, only place where I am treated as a human being is in Kerala. And it is
It is that equality of the human being that has to be maintained, and all these sort of slogans that try to divide and disrupt this, that has to be relentlessly fought. The CPIM assures you all that we have always fought that and will continue to fight it. And together, Kerala must lead and show the way to the rest of the country to safeguard India today, the secular democratic character of the Indian Republic, so that we can change India for a better India tomorrow for all our people. So thank you very much for that. Thank you. ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് ഈ ഭരണകർത്താക്കളുടെ മനസ്സിലുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്വഭാവം, രാഷ്ട്രത്തിന്റെ വൈവിധ്യപൂർണമായ അവസ്ഥ, അതുപോലെ വിവിധ സമുദായങ്ങൾ, വംശങ്ങളെല്ലാം അനുഭവിച്ചു വരുന്ന സമത്വത്തിന് വേണ്ടിയുള്ള അവരുടെ അഭിവാഞ്ച, ഇതിനെയെല്ലാം തകർക്കുന്നതാണ്. ഭാഷ, മതം, ആചാരം, പാരമ്പര്യം എന്നിവയെല്ലാം വ്യത്യസ്തതകളുള്ള ഒരു രാജ്യത്ത് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഇന്ത്യക്കാരുടെ അവകാശത്തിന് നേരെയാണ് ഈ വെല്ലുവിളി വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെതിരായ പ്രക്ഷോഭത്തിന്റെ ശക്തി അല്ലെങ്കിൽ യോജിപ്പ്, ഐക്യം വളർന്നു വരേണ്ട ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. വിപുലമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നാം സന്നദ്ധമാകേണ്ടതുണ്ട്. CPIM അത്തരം ഒരു പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പഴയ കാലഘട്ടത്തിലെ പോലെ തന്നെ സന്നദ്ധമാണ്. നിയമങ്ങൾ, ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ ഇതൊന്നും സമുദായത്തിനുള്ളിൽ ഏതെങ്കിലും വിവേചനപരമായി തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പരിഷ്കരണ നടപടികൾ ആരംഭിക്കേണ്ടത്. വെളിയിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കി ഏകീകരണത്തിന് വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമവും എല്ലാ ജാതി, മത, വംശ വിഭാഗങ്ങൾക്കും തുല്യതയോടുകൂടി ജീവിക്കാനുള്ള ഇന്ത്യയിലെ അവരുടെ പൗരനെന്ന അവകാശത്തെ നിഷേധിക്കലാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അവസാനമായി ഇവിടെ വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ചെറിയ സന്തോഷമുണ്ട്. ഇത്തരമൊരു സെമിനാർ നടത്താൻ കോഴിക്കോട് വേദിയായതിൽ സന്തോഷിക്കുന്നു. രാജ്യത്തെവിടെയും രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലും പണ്ട് വിദ്യാർത്ഥി പ്രവർത്തനം എന്നതിലും ഞാൻ സഞ്ചരിക്കുന്ന കാലത്ത് കേരളത്തിൽ എവിടെ വന്നാലും ജാതി ഏതാണ്, മതം ഏതാണ് എന്നോട് ഇന്ന് വരെ ഒരാളും ചോദിച്ചിട്ടില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ കേരളത്തിൽ കോഴിക്കോട് ഇത്തരമൊരു മഹാസമ്മേളനം മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം തന്നെ സമൂഹത്തിനകത്തു നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് സീതാറാം യെച്ചൂരി പൊതുവ്യക്തി നിയമത്തിനെതിരായിട്ടുള്ള CPM സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ബഹുസ്വരത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ബാധ്യത CPMനുണ്ട്. കേരളം ഉണർന്ന് അതിനൊപ്പം നിൽക്കണം എന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയുണ്ടായി. മറ്റ് വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. ഇത്തരം തെറ്റായ പ്രവണതകളെ അഭസ്മീകരിക്കാനുള്ള ശേഷി ജനകീയ പ്രസ്ഥാനത്തിനാണ് എന്ന് ഈ കേരളം ഒറ്റക്കെട്ടായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പ് കേന്ദ്രമായി ഈ ചരിത്രപ്രസിദ്ധമായ കോഴിക്കോടിന് മാറാനായി എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ തന്ന സമയം 5 മിനിറ്റാണ്. 5 മിനിറ്റിനുള്ളിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കണമെന്നാണ് ഇതിന്റെ സംഘാടകർ എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10-30ഓളം ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ തിരിച്ചുകൊണ്ടുപോകാനും മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തി ഭരണഘടന രൂപീകരിക്കാനും എന്നിട്ട് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ തകർത്ത് ഈ രാജ്യത്തെ ഏകീകൃതമാണ് എന്ന് പറയുന്ന സവർണ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ഇന്നത്തെ നിലയിൽ നിന്ന് മാറ്റി ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ എല്ലാ ഉള്ളടക്കത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന നിരവധിയായ പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ അതിന്റെ തുടക്കം കുറിച്ച ചരിത്രപ്രസിദ്ധമായ സെമിനാറായി ഈ സെമിനാറിനെ മാറ്റിയ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാനും പ്രമുഖ പാർലമെന്റേറിയനുമായ CPM സംസ്ഥാന സെക്രട്ടറി